പാകിസ്ഥാൻ ഇത്രയുമൊക്കെ അക്രമ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും നമ്മൾ എന്താണ് ഇതുവരെയും ഒരു തിരിച്ചടി നൽകാത്തതെന്നാണ് പല മേഖലകളിൽ നിന്ന് ഉയരുന്ന ചോദ്യം. നമ്മൾ രക്തരൂക്ഷിതമായ യുദ്ധത്തിലാണ് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നത്. ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഇന്ത്യയിൽ നിന്ന് വലിയ തോതിൽ പാകിസ്ഥാനിലേക്ക് ജലമൊഴുകി ചെല്ലുന്നു. പാകിസ്ഥാനിൽ ഒരു മിന്നൽ പ്രളയമുണ്ടാകുന്നു. അവർ ഞെട്ടിപ്പോകുന്നു. കാരണം ഇതെങ്ങനെ സംഭവിച്ചു അവർക്ക് മനസ്സിലാകാൻ കഴിയുന്നില്ല. അപ്പോൾ ജമ്മു കാശ്മീർ മേഖലയിൽ വലിയ മഴയുണ്ടാകുന്നു, അതവരറിയുന്നു. പക്ഷേ പാകിസ്ഥാനിലേക്ക്, പ്രത്യേകിച്ച് പാക് ഒക്കുപ്പൈഡ് കാശ്മീർ പ്രദേശങ്ങളിലെല്ലാം തന്നെ വലിയ മിന്നൽ പ്രളയമാണ് ഉണ്ടാകുന്നത്. പല താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായിപ്പോയി. കാർഷിക മേഖലയിൽ വലിയ നാശങ്ങൾ സൃഷ്ടിക്കുന്നു. ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത്, ഇന്ത്യയുടെ ഭാഗത്തുള്ള ഉറി ഡാം നമ്മൾ തുറന്നു വിട്ടു. സ്വാഭാവികമായും വെള്ളത്തിൻ്റെ കുത്തൊഴുക്കുണ്ടായി. ഇങ്ങനെ ഒരു വെള്ളം ഒഴുകി വരുമെന്ന കാര്യം പാകിസ്ഥാൻ അറിഞ്ഞില്ല. അപ്പോൾ സിന്ധു നദീജല കരാർ നമ്മൾ റദ്ദാക്കിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഇനി പാകിസ്ഥാനുമായി നയതന്ത്ര തലത്തിലുള്ള യാതൊരു കമ്മ്യൂണിക്കേഷനും നമ്മൾ നടത്തില്ല. മുമ്പായിരുന്നുവെങ്കിൽ ഇതുപോലെ മേഖലയിലൊക്കെ വെള്ളം ഉയർന്നു വരുന്നു, അല്ലെങ്കിൽ മഴ ശക്തമാകുന്നു, അപ്പോൾ സ്വാഭാവികമായിട്ട് ഉയർന്ന വെള്ളം അങ്ങോട്ടേക്ക് ഒഴുകി വരാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെയുള്ള ഒരു വാണിംഗ് ഒക്കെ നമ്മൾ നൽകുമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ കാര്യമില്ല. കാരണം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ 1960കളിൽ ഒപ്പിട്ട ഈ സിന്ധു നദീജല കരാറിൽ നിന്നാണ് നമ്മൾ പിന്മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി സിന്ധുവിലെ വെള്ളം പാകിസ്ഥാനിലേക്ക് ഒഴുകാൻ അനുവദിക്കില്ലെന്നും പറഞ്ഞു. നിലവിലെ കരാർ അനുസരിച്ച് 80% വെള്ളം പാകിസ്ഥാനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. 20%മേ നമ്മൾ ഉപയോഗിച്ചിരുന്നുള്ളൂ. പലതവണ ഇന്ത്യയും പാകിസ്ഥാനുമായി യുദ്ധമുണ്ടായിട്ടും നമ്മൾ ഇതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയില്ല. പക്ഷേ ഇപ്പോൾ സിന്ധു നദിയുടെ പോഷക നദിയായ ജലം എന്ന് പറയുന്ന നദിയിലൂടെ വൻതോതിൽ വെള്ളം ഒഴുകിയെത്തുകയാണ്. അപ്പം വെള്ളം കിട്ടുന്നില്ല എന്ന് പാകിസ്ഥാൻ പരാതി പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ അവർ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മൾ വെള്ളം നൽകിയല്ലോ എന്നാണ് ഇപ്പോൾ ഇന്ത്യയിലെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ആളുകൾ കമൻറ്റുകൾ ഇടുന്നത്. എന്തായാലും ഉറി ഡാം തുറന്നു വിട്ടത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലധികം വെള്ളം ഡാമിലേക്ക് ഒഴുകിയെത്തിയത് കൊണ്ടാണെന്നും ജമ്മു കാശ്മീർ മേഖലയിൽ വലിയ മഴയാണെന്നുമുള്ള കാര്യം കൃത്യമായി നമ്മൾ അറിയിച്ചു കഴിഞ്ഞു. ഇത് മാത്രമല്ല, ഇപ്പോൾ ഹത്തിൻവാല ജില്ല, അതാണ് ഈ പാക് ഒക്കുപ്പൈഡ് മേഖലയിലുള്ള ഏറ്റവും അധികം നാശമുണ്ടായ മേഖല എന്ന് പറയുന്നത്, ജില്ല എന്ന് പറയുന്നത്. ഈ മേഖലയിലെ ഒട്ടുമിക്ക താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി. അവിടുത്തെ പല കുടുംബങ്ങളും വീട് വിട്ട് ഒഴിഞ്ഞു പോകേണ്ട അവസ്ഥയുണ്ടായി. അവിടുത്തെ ഭരണകൂടം ഇടപെട്ടിട്ട് പലരെയും കുടിയൊഴിപ്പിക്കുന്നൊരവസ്ഥയുണ്ടായി. കാരണം വീടുകൾക്കുള്ളിലെല്ലാം വെള്ളം കയറി കാർഷിക മേഖല ഏതാണ്ട് നശിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ നമുക്കറിയാം, പഞ്ചാബ്, സിന്ധു തുടങ്ങിയ പ്രവിശ്യയിലെ കാർഷിക മേഖലയിലെ ഒരു നേട്ടം കൊണ്ടാണ് പാകിസ്ഥാൻ പിടിച്ചു നിൽക്കുന്നത് തന്നെ. ആ മേഖലയിലേക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടാതെ പ്രതിസന്ധിയിലാകുമെന്നുള്ള ഒരു പ്രശ്നം ഉന്നയിച്ചാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ആണവായുധം വരെ പ്രയോഗിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയത്, അതുപോലെ തന്നെ വെല്ലുവിളിച്ചത്. ഇപ്പം നമ്മൾ വെള്ളം കൊടുക്കുന്നില്ലെന്നല്ല പരാതി, വെള്ളം കൂടുതൽ കൊടുത്തു എന്നാണ്. അപ്പോൾ നമ്മുടെ ഡാമുകളിൽ വെള്ളം അധികമായി വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ഒഴുക്കി വിടും. അപ്പോൾ ജലം നദിയിലൂടെ വെള്ളം കുത്തൊഴുക്കിലൂടെ അവിടേക്ക് ചെന്നപ്പോൾ അവിടുത്തെ കാർഷിക മേഖല നശിച്ചു. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വെള്ളം കയറി. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. അതായത് വാഹനങ്ങൾക്ക് പോകാൻ പോലും റോഡിലൂടെ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്തെ പാകിസ്ഥാൻ വെല്ലുവിളിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളെയും, എല്ലാ വശങ്ങളെയും കുറിച്ച് കൃത്യമായിട്ട് ചർച്ച ചെയ്യണം. ഇവിടെ ഈ പറയുന്ന പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൻ്റെ ഒരു തലസ്ഥാനം എന്ന് അറിയപ്പെടുന്ന മുസഫറാബാദും പ്രദേശങ്ങളിലുമൊക്കെ തന്നെ അവിടുത്തെ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ആളുകൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റി. അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിലും ഇതുപോലെ വലിയ വെള്ളപ്പൊക്കമുണ്ടായതിനെ. എങ്കിലും മുസഫറാബാദിൻ്റെ പരിസര പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറി എന്നതിൻ്റെ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ ശനിയാഴ്ച ശക്തമായ മഴ പെയ്യുന്നു. ഉച്ച കഴിഞ്ഞ് പെട്ടെന്ന് ശക്തമായ ജലപ്രവാഹം ജലം നദിയിലൂടെ ഉണ്ടാകുന്നു. ഈ ജലം നദിയിലൂടെ വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള കാരണം ഉറിയിൽ നമ്മൾ നിർമ്മിച്ച ഡാം നമ്മൾ തുറന്നു വിട്ടതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് അത്രയും വെള്ളം വേണ്ട. അപ്പോൾ നമ്മൾ ഇക്കാര്യം നയതന്ത്രപരമായിട്ട് നേരത്തെ പാകിസ്ഥാനെ അറിയിച്ചിരുന്നുവെങ്കിൽ ഇനി അത്തരം കാര്യം ചെയ്യുന്നില്ല. അപ്പോൾ ഇവർ പറയുകയാണ്, ഇൻ്റർനാഷണൽ ജല കരാറുകളുടെ ലംഘനം പോലെയുള്ള പ്രവർത്തനമാണ് ഇന്ത്യ നടത്തിയത്. അതിന് നമ്മൾ പ്രതികരിച്ചിട്ടില്ല. കാരണം നമ്മൾ സിന്ധു നദീജല കരാറിൽ നിന്ന് പിന്മാറിയതോടുകൂടി ഇനി അതിൻ്റെ കരാറിൻ്റെ വ്യവസ്ഥകളോ അല്ലെ മറ്റ് നിയമങ്ങളോ ഒന്നും പാലിക്കേണ്ട കാര്യം നമുക്കില്ല. ഇനിയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പാകിസ്ഥാന് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയ്ക്ക് ഇത്രയധികം വെള്ളം ഒഴുകി എത്തിയതോടുകൂടി പാകിസ്ഥാൻ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായാൽ ഇനിയും ജമ്മു കാശ്മീർ മേഖലയിലൊക്കെ വലിയ മഴയുണ്ടാകാം, വലിയ വെള്ളപ്പൊക്കമുണ്ടാകാം. അപ്പോൾ നമുക്കിഷ്ടമുള്ളപ്പോൾ ഡാം തുറന്നു വിടാം. അപ്പോൾ ജലത്തിൻ്റെ സാന്ദ്രത എത്രയാണ്, ജലത്തിൻ്റെ അളവ് ഒഴുകി വരുന്നത് എത്രയാണ്, മുന്നറിയിപ്പ് നൽകണോ, ഇതൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം പൂർണ്ണമായും ഇന്ത്യക്കാണ്. മുമ്പ് അങ്ങനെയായിരുന്നില്ല. മുമ്പ് 3 നദികളുടെ അവകാശം പാകിസ്ഥാനും 3 നദികളുടെ അവകാശം ഇന്ത്യക്കുമായിരുന്നു. ആ സമയത്ത് സിന്ധു നദി ഒഴുകി വരുന്ന ഭാഗത്ത് പുതിയ ഡാമുകൾ നിർമ്മിക്കാനോ ആ
ഡാമുകളുമായി ബന്ധപ്പെട്ട് കനാലുകൾ നിർമ്മിക്കാനോ പുതിയ പരിഷ്കാരങ്ങൾ വരുത്താനോ ഒന്നും നമുക്ക് അവകാശമില്ല. ഇതായിരുന്നു ഈ കരാറിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇന്ത്യയെ പാകിസ്ഥാൻ 4 തവണ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. 4 തവണയും പരാജയപ്പെട്ടു. ഏറ്റവും ഒടുവിൽ 1999 കാർഗിൽ യുദ്ധ സമയത്ത് പോലും ഇന്ത്യക്കെതിരെ ശക്തമായ നിലപാട് പാകിസ്ഥാൻ സ്വീകരിച്ചപ്പോൾ നമുക്ക് ഈ ജലകരാർ റദ്ദാക്കാമായിരുന്നു. നമ്മൾ ചെയ്തില്ല. മാത്രമല്ല, നമ്മൾ വൻതോതിൽ ജലം സംഭരിച്ചാൽ ഡാമിൽ നിന്ന് വെള്ളം ഒഴുക്കിക്കൊണ്ട് പോകാൻ കഴിയില്ല എന്ന ധാരണയും പാകിസ്ഥാൻ ഉണ്ടായിരുന്നു. അവരെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്കും ഉണ്ടായിരുന്നു. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പുതിയ ഡാമുകൾ നിർമ്മിക്കുകയും ഇതിനോടനുബന്ധിച്ചുള്ള കനാലുകളൊക്കെ തയ്യാറാക്കുകയും നമ്മൾ ചെയ്തു. ഒപ്പം പാകിസ്ഥാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പല മേഖലകളിലും കാർഷിക വൃത്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി ബൃഹത്തായ ഡാം പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോയി. എന്ന് പറഞ്ഞാൽ പാക് ആർമിയുടെ കൂടെ സഹായത്തോടെ ആ പദ്ധതിക്കും ഏതാണ്ട് ഷട്ടർ വീഴുന്ന അവസ്ഥയിലെത്തി. കാരണം എന്താ, സിന്ധു വഴി ഉള്ള ജലം നമ്മൾ ഇനി കൊടുക്കുന്നില്ല എന്നങ്ങ് തീരുമാനിച്ചു. അപ്പോൾ വെള്ളം കൊടുക്കാതെ പാകിസ്ഥാനെ ബുദ്ധിമുട്ടിക്കുന്നു, അല്ലെങ്കിൽ അവരെ വിനാശകരമായ അവസ്ഥയിലേക്ക് തള്ളിവിടുന്നു എന്ന് പറയുമ്പോഴാണ് വെള്ളം അവർ ചോദിച്ചതിലധികം നമ്മൾ ഒഴുക്കി കൊടുത്തത്. അതോടുകൂടിയും അവർ ബുദ്ധിമുട്ടിലാവുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആശ്രയിക്കാതെ പാകിസ്ഥാൻ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. അവിടുത്തെ കാർഷിക മേഖലയിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് പാകിസ്ഥാൻ GDPയുടെ വലിയൊരു പങ്കുവെന്ന് പറയുമ്പോഴാണ് ഈ കാർഷിക മേഖലയുടെ വ്യാപ്തിയെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് അവിടുത്തെ ജനങ്ങൾ പറയുന്നത് കുടിവെള്ളമില്ലാത്ത അവസ്ഥ, കാർഷിക മേഖലയ്ക്ക് വെള്ളമില്ലാത്ത അവസ്ഥ, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ, ഇതൊന്നും ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. ഞങ്ങൾ പ്രക്ഷോഭവുമായിട്ട് പാകിസ്ഥാൻ സർക്കാരിനെതിരെ വരും. അതവർക്ക് ഒരുപക്ഷെ താങ്ങാനും കഴിയില്ല. മാത്രമല്ല, ഈ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്ന പ്രദേശം കാശ്മീർ മേഖലയുടെ വികസനം കണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ ഇന്ത്യയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇന്ത്യ ഒന്ന് വിചാരിച്ചാൽ ഏത് നിമിഷവും പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ ആഭ്യന്തര യുദ്ധങ്ങളുണ്ടാകും. ഈ മേഖലയിലാണ് ഇപ്പോൾ ഈ വെള്ളപ്പൊക്കം ഉണ്ടായത്. അതായത് ഇനിയും ഇതുപോലെ ഡാമുകളൊക്കെ തുറന്നു വിട്ട് വെള്ളപ്പൊക്കം സൃഷ്ടിക്കാൻ ഇന്ത്യക്ക് സാധിക്കും. നമ്മൾ പറയുന്നത് കാശ്മീർ മേഖലയിൽ വലിയ മഴയുണ്ടായതുകൊണ്ട് ഉറി ഡാം നമുക്ക് തുറന്നു വിടേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ സിന്ധു നദിയുടെ പോഷക നദിയായ ജലത്തിലൂടെ ധാരാളം വെള്ളം ഒഴുകിയെത്തി. അത് മുസഫറാബാദിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിയത് ഞങ്ങളുടെ കുഴപ്പമല്ല. ഞങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ പറ്റുകയില്ല. മാത്രമല്ല, ഞങ്ങൾ ഇനി ഷട്ടറൊക്കെ ഉപയോഗിച്ച് വെള്ളം തടഞ്ഞു നിർത്തണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ വേണമെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടാൽ അടുത്ത 1 മാസത്തിനുള്ളിൽ തന്നെ അവിടേക്കുള്ള ഈ ജലവിതരണം പൂർണ്ണമായിട്ട് നിലയ്ക്കും. കാരണം നമ്മുടെ ഡാമിലെ ഷട്ടറുകളൊക്കെ അടച്ചിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് വെള്ളമൊഴുക്കുണ്ടാകില്ല. നമുക്ക് കനാൽ വഴി ഈ വെള്ളം തിരിച്ചുവിട്ട് നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കാം. ഇപ്പോൾ ഏറ്റവും അധികം പ്രശ്നം നേരിടുന്നത് ഹത്യൻവാല ജില്ലയിലാണ്. ഈ ഹത്യൻവാല ജില്ലയിലെ കാർഷിക മേഖല ഏതാണ്ട് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി. അവിടെ താമസിക്കുന്ന ആളുകൾക്ക് വീട് വിട്ട് അഭയകേന്ദ്രങ്ങളിലേക്ക് മാറേണ്ടി വരുന്നു. അവിടുത്തെ ഭരണകൂടത്തിന് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ ലോകത്തിന് മുന്നിൽ അവർ നിലവിളിക്കുകയാണ്. കാരണം ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം എന്ന് പറയുന്ന രാജ്യം അവരുടെ കരാർ ലംഘനം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. മുന്നറിയിപ്പുകൾ ഒന്നും തന്നെ നൽകുന്നില്ല. POK എന്ന് പറയുന്ന മേഖല മിന്നൽ പ്രളയത്തിൽ വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി അവിടുത്തെ ജനങ്ങളെ ഒഴിഞ്ഞു പോകേണ്ട ഒരവസ്ഥ സൃഷ്ടിക്കേണ്ടി വരുന്നു. ഇന്ത്യ ഞങ്ങളോട് പക വീട്ടുന്നു എന്നൊക്കെ പറയുകയാണ്. ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യ ഒന്ന് ചൊറിയാൻ വന്ന പാകിസ്ഥാന് ഇപ്പോൾ തന്നെ ശക്തമായ തിരിച്ചടി കിട്ടിയെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇനിയും സിന്ധു നദിയിൽ കൂടെ പോകുന്ന വെള്ളം എത്രത്തോളം ഒഴുക്കി വിടണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. ഇനി മഴയോ മറ്റോ പെയ്ത് ഡാമിൽ വെള്ളം സംഭരിച്ച് കൂടിക്കഴിഞ്ഞാൽ അത് നമ്മൾ മുന്നറിയിപ്പില്ലാതെ തുറന്നു വിട്ടെന്നിരിക്കും. അതിൻ്റെ അനന്തരഫലമെല്ലാം പാകിസ്ഥാനിലെ പല ജില്ലകളും അനുഭവിക്കേണ്ടി വരും. പാക് ഒക്കുപ്പൈഡ് കാശ്മീർ മേഖലയ്ക്ക് തുടർച്ചയായി ഈ ദുർഗതി ഉണ്ടായാൽ അവർ ഭരണകൂടത്തിനെതിരെ തിരിയും. മാത്രമല്ല, പഞ്ചാബ് സിന്ധു മേഖലയിലെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പാകിസ്ഥാൻ വലിയ പട്ടിണിയിലേക്ക് നീങ്ങും. മാത്രമല്ല, അവരുടെ വരുമാന സ്രോതസ്സിനെ തന്നെ അത് ബാധിക്കുകയും ചെയ്യും. എന്തായാലും പാകിസ്ഥാനിലെ GDPയെ ബാധിക്കുന്ന തരത്തിലുള്ള കാർഷിക മേഖലയ്ക്കുള്ള നാശമാണ് ഇതിലൂടെ സംഭവിച്ചിരിക്കുന്നത്. ഉറി ഡാം തുറന്നു വിട്ടതോടുകൂടിയാണ് ഈ വെള്ളം എത്തിയതെന്ന് പാകിസ്ഥാൻ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ജലം എന്ന് പറയുന്ന പോഷക നദിയിൽ വെള്ളം കൂടുതൽ വന്നു കഴിഞ്ഞാൽ എന്ത് പ്രതിരോധ മാർഗ്ഗങ്ങൾ ഇനി അവലംബിക്കണം എന്നതിനെക്കുറിച്ചായിരിക്കും പാകിസ്ഥാൻ അടുത്ത ചിന്ത നടത്തുക. മാത്രമല്ല, നമ്മുടെ പല ഡാമുകളിൽ നിന്നും ഇതുപോലെ ഇനി വെള്ളം തുറന്നു വിടാനുള്ള ഒരു സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ കഴിയുമോ എന്നുള്ള ആശങ്കയിലാണ് പാകിസ്ഥാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.